ലോക ജനതയുടെ പ്രിയപ്പെട്ട ജ്വല്ലർ. കഠിനാധ്വാനം കൊണ്ട് ആകാശത്തിന് കീഴിൽ സുവർണ കൊട്ടാരം കെട്ടിപ്പടുക്കാമെന്ന് തെളിയിച്ച പ്രതിഭ. എൻ്റെ 7000-ന് മേലുള്ള എംപ്ലോയീസാണ് എൻ്റെ സ്ട്രെങ്ത്ത്, പ്ലസ് ലക്ഷക്കണക്കിന് വരുന്ന എൻ്റെ കസ്റ്റമേഴ്സ്. ആദ്യം ദുബായിൽ തുടങ്ങാൻ തീരുമാനിച്ചു. അവിടെ ഭയങ്കര ഒരു ടഫ് കണ്ടീഷനായിരുന്നു. അതിനുശേഷമാണ് അബുദാബിയിൽ പോയത്. ഞാൻ ദുബായിൽ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തൃശ്ശൂർ തന്നെ ഇവിടെ എല്ലാ സ്ഥാപനമൊക്കെ ആയിട്ട് നടക്കേണ്ടി വന്നേനെ. അങ്ങനെ ഒരു ധീരമായിട്ടൊരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എനിക്കങ്ങനെ പോകാനായിട്ട് അന്ന് ആ ഇടയ്ക്കാണ് ഇവിടെ പലപ്പോഴും ഗൾഫുകാരുടെ ആ പോളിഷ് സമയമായിരുന്നു. എൻ്റെ കച്ചവടത്തിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയാനായിട്ട് എൻ്റെ ഫാദറാണ്. അങ്ങനെ വല്ല റോളോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പടം വരാണെങ്കിൽ അന്ന് ഞാനിതിന് പിറ്റാവാണെങ്കിൽ അതിന് ഇത് ഡയറക്ടർക്ക് കൂടി താല്പര്യം ഉണ്ടാവേണ്ട. ഇത് നമ്മുടെ ഹോബിയാണ് കച്ചവടം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നോ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം. അപ്പോൾ മലയാളി എവിടെ പോയാലും മലയാളത്തെ മറക്കാണ്ട് നിൽക്കുക, മലയാളം കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക. അത് ഏത് രാജ്യത്താണെങ്കിലും